Dear students, welcome to Learner's World. In this video, I'm going to talk about the true story of the Three Little Pigs by John Sheska, FAUGP, AEC English, Advanced English Language Skill for Humanities and Other BA Program, second semester, Calcutta University. John Sheska is an American children's writer best known for picture books created with the illustrator Lane Smith. ജോൺ ഷെസ്ക ഒരു അമേരിക്കൻ ചിൽഡ്രൻസ് റൈറ്ററാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടി കഥകൾ നിർമ്മിക്കുന്ന ആളാണ് ജോൺ ഷെസ്ക. അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം ലൈൻ സ്മിത്തുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പിക്ചർ ബുക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ ബുക്സിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. The True Story of Three Little Pigs, published by Viking Children's Book in 1989. 1989 ഇത് പബ്ലിഷ് ചെയ്യുന്നത് ബൈ വിക്കിംഗ് ചിൽഡ്രൻസ് ബുക്ക്. ഇറ്റ് ഈസ് എ സറ്ററിക്കൽ റീടെല്ലിംഗ് ഓഫ് ദ ക്ലാസിക് ഫാബിൾ ഓഫ് ത്രീ ലിറ്റിൽ പിഗ്സ്. അപ്പോൾ ഇതൊരു സറ്ററിക്കൽ റീടെല്ലിംഗ് ആണ്. ത്രീ ലിറ്റിൽ പിഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയുടെ ഒരു റീടെല്ലിംഗ് ആണ് ഈ ഒരു ദ ട്രൂ സ്റ്റോറി ഓഫ് ത്രീ ലിറ്റിൽ പിഗ്സ് എന്ന് പറയുന്നത്. ഒരു സറ്ററിക്കൽ റീടെല്ലിംഗ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ത്രീ ലിറ്റിൽ പിഗ്സ് എന്താണ് എന്നുള്ള ആ ഒരു സ്റ്റോറി വായിക്കുക. പിന്നീട് ഈ ഒരു സ്റ്റോറി വായിക്കുക. നരേറ്റഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ ബിഗ് ബാഡ് വോഫ്. ബിഗ് ബാഡ് വോഫിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്നത്. ഹു ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ആസ് അലക്സാണ്ടർ ടി വോഫ്. അപ്പോൾ ഈ ഒരു ബിഗ് ബാഡ് വോഫ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അലക്സാണ്ടർ ടി വോഫ് എന്നുള്ള നിലയിലാണ്. ഓക്കെ, ദെൻ സമ്മറി ഓഫ് ദ ട്രൂ സ്റ്റോറി ഓഫ് ദ ത്രീ ലിറ്റിൽ പിഗ്സ്. The story begins with an introduction by Alexander T. Wolff, also known as the Big Bad Wolf. അപ്പോൾ ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് അലക്സാണ്ടർ ടി വോഫിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ്. ഈ ഒരു അലക്സാണ്ടർ ടി വോഫ് അറിയപ്പെടുന്നത് ദ ബിഗ് ബാഡ് വോഫാണ്. ദ ബിഗ് ബാഡ് വോഫ് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഈ ക്ലെയിംസ് ദാറ്റ് ഹി ഹാസ് ബീൻ റോങ്ലി അക്യൂസ്ഡ് ഓഫ് ടെററൈസിങ് ദ ത്രീ ലിറ്റിൽ പിഗ്സ് ആൻഡ് ദാറ്റ് ഹിസ് സൈഡ് ഓഫ് ദ സ്റ്റോറി ഹാസ് നെവർ ബീൻ ടോൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു റീടെല്ലിംഗ് വേർഷനാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറിയാണ് ത്രീ ലിറ്റിൽ പിഗ്സ് എന്ന് പറയുന്നത്. അതായത് 3 പിഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരും ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ ആൾ വൈക്കോല് കൊണ്ടാണ്, സ്ട്രോ ഹൗസാണ് നിർമ്മിക്കുന്നത്. രണ്ടാമത്തെ ആൾ സ്റ്റിക്ക് ഹൗസാണ്. മൂന്നാമത്തെ ആൾ ബ്രിക്ക് ഹൗസാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ ഒരു വോഫ് ഉണ്ടായിരുന്നു. വോഫ് ഇവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ സ്ട്രോ ആയതുകൊണ്ട്, വൈക്കോലായതുകൊണ്ട് തന്നെ ഈ വോഫ് ഒന്ന് ഊതുന്ന സമയത്ത് വൈക്കോലൊക്കെ താഴേക്ക് വീണ് അങ്ങനെ ഈ ഒരു പിഗ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. വോഫ് പിന്നാലെ അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇത് പോയിട്ട് സ്റ്റിക്ക് ഹൗസ് ആയിട്ടുള്ള രണ്ടാമത്തെ പിഗിൻ്റെ വീട്ടിലാണ് എത്തുന്നത്. അവിടെ എത്തിയിട്ട് അവിടെയും വോഫ് വന്ന് ഓതുന്ന സമയത്ത് അതും താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ബ്രിക്ക് ഹൗസ് ഒരിക്കലും ഈ ഒരു വോഫിന് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് ത്രീ ലിറ്റിൽ പിഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കില്ല് ചെയ്തു എന്നുള്ള നിലയിൽ ഈ ഒരു വോഫിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിഗ് പോലീസ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ത്രീ ലിറ്റിൽ പിഗ്സിൻ്റെ ആ ഒരു വേർഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു റീടെല്ലിംഗ് വേർഷൻ, അതായത് ഈ ഒരു വോഫ് ക്ലെയിം ചെയ്യാണ് ഞാൻ അവരെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്ന ഒരു വേർഷനാണ് ദ ട്രൂ സ്റ്റോറി ഓഫ് ദ ത്രീ ലിറ്റിൽ പിഗ്സ് എന്ന് പറയുന്നത്. He claims that he has been wrongly accused of terrorizing the three little pigs and that his side of the story has never been told. അപ്പോൾ ഈ വോഫ് പറയാണ് എന്നെ തെറ്റിദ്ധാരണ മൂലം എന്നെ അവർ ഈ ഒരു ത്രീ ലിറ്റിൽ പിഗ്സിനെ കില്ല് ചെയ്തു എന്നുള്ള തരക്ക് എന്നെ കുറ്റം ആരോപിച്ചിരിക്കുകയാണ് എൻ്റെ മേൽ. എൻ്റെ സൈഡിലുള്ള സ്റ്റോറി ആരും കേൾക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് പറയാണ്. The wolf tells his version of the story, claiming that he was simply trying to borrow some sugar unfairly judged him based on his appearance. അപ്പോൾ വോൾഫ് തൻ്റെ വേർഷൻ ഓഫ് ദ സ്റ്റോറി, അതായത് തൻ്റെ സൈഡിലുള്ള തൻ്റെ ഭാഗത്തുള്ള സ്റ്റോറി കഥ വിവരിക്കുകയാണ്. ഞാൻ അന്ന് ഒരു ഷുഗർ അവരെ എൻ്റെ നെയ്ബേഴ്സാണ് ഈ ഒരു ത്രീ ലിറ്റിൽ പിഗ്സ് ഉള്ളത് വോൾഫിൻ്റെ നെയ്ബറാണ്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഷുഗർ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ എൻ്റെ അപ്പിയറൻസ് കണ്ടിട്ടാണ് ഞാനാണ് ഈ ഒരു കുറ്റക്കാരൻ എന്ന നിലയിൽ എൻ്റെ മേൽ ഈ കുറ്റം ആരോപിച്ചിട്ടുള്ളത്. അലക്സാണ്ടർ അറ്റംപ്റ്റ് ടു റിക്വസ്റ്റ് ഷുഗർ ഫ്രം ഈച്ച് ഓഫ് ഹിസ് നെയ്ബേഴ്സ് ദ ത്രീ ലിറ്റിൽ പിഗ്സ് ഫോർ ബേക്കിംഗ് എ കേക്ക് ഫോർ ഹിസ് ഗ്രാൻഡ് മദർ. അപ്പോൾ അലക്സാണ്ടർ തൻ്റെ ഗ്രാൻഡ് മദറിന് അലക്സാണ്ടർ എന്ന് പറയുന്നത് ഈ വോഫാണ് കേട്ടോ. തൻ്റെ ഗ്രാൻഡ് മദറിന് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഷുഗർ ബോറോ ചെയ്യാനാണ് ഈ 3 ലിറ്റിൽ പിഗ്സിനെ അപ്രോച്ച് ചെയ്തത്. Alexander accidentally kills the first and second pigs after his sneezes destroy their straw and stick houses. അലക്സാണ്ടർ ആക്സിഡൻ്റലി കില്ല് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ 2 പിഗ്സിനെ. അതായത് ആദ്യത്തെ പിഗിൻ്റെ വീടെന്ന് പറയുന്നത് സ്ട്രോ ആയിരുന്നു, സ്ട്രോ ഹൗസ് ആയിരുന്നു. അതായത് വൈക്കോല് കൊണ്ട് മേഞ്ഞ ഹൗസായിരുന്നു. രണ്ടാമത്തെ ആൾ സ്റ്റിക്ക് ഹൗസായിരുന്നു, ഈ വടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ഈ അലക്സാണ്ടർ എന്ത് ചെയ്തു, തുമ്മുന്ന സമയത്ത് ആക്സിഡൻ്റലി സ്നീസ് ചെയ്ത സമയത്ത് ഈ 2 വീടുകളും താഴേക്ക് വീണു. ആക്സിഡൻ്റലി ആണ് അവർ കില്ല് ചെയ്തത് എന്ന് അലക്സാണ്ടർ ക്ലെയിം ചെയ്യാണ്. The third pig in the brick house refuses to give any sugar and insult Alexander's grandmother. മൂന്നാമത്തെ പിഗ് എന്ത് ചെയ്തു, ഈ ഒരു അലക്സാണ്ടർ ഷുഗർ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് റെഫ്യൂസ് ചെയ്തു, ഷുഗർ നൽകില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് മാത്രമല്ല, കൂടാതെ അലക്സാണ്ടറിൻ്റെ ഗ്രാൻഡ് മദറിനെ ഇൻസൾട്ട് ചെയ്യുക കൂടി ചെയ്തു. Enraged, Alexander attempted to break down the front door. അങ്ങനെ ദേഷ്യത്തിൽ രോഷാകുലനായിട്ടുള്ള അലക്സാണ്ടർ എന്ത് ചെയ്തു, ആ ഒരു ബ്രിക്ക് ഹൗസിൻ്റെ ഫ്രണ്ട് ഡോർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഈ സ്വിഫ്റ്റ്ലി അറസ്റ്റഡ് ബൈ ദ പിഗ് പോലീസ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു 10,000 years in prison for the first 2 pigs' death. അപ്പോൾ ആദ്യത്തിലെ 2 പിഗ്സിൻ്റെ ഡെത്ത് ഈ ഒരു അലക്സാണ്ടറിൻ്റെ മേൽ കുറ്റം ആരോപിച്ചു. പിഗ് പോലീസ് എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു, 10,000 years ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞു. Alexander stated that the news coverage of the events was highly exaggerated, leading to his reputation as a big bad wolf. അപ്പോൾ അലക്സാണ്ടർ സ്റ്റേറ്റ് ചെയ്യുന്നത്, അതായത് എൻ്റെ മേൽ ഇങ്ങനെ കുറ്റം ആരോപിച്ചു, അത് ശരിയായിരുന്നില്ല, എൻ്റെ സൈഡിലെ സ്റ്റോറി കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ന്യൂസ് കവറേജ് എന്ത് ചെയ്തിരുന്നു, ഈ ഇവൻറ്റ്സ് ഹൈലി എക്സാജറേറ്റ് ചെയ്തിരുന്നു, പെരുപ്പിച്ച് കാണിച്ചിരുന്നു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ഇതാണ് എൻ്റെ ഈ ഒരു റെപ്യൂട്ടേഷൻ തന്നെ തകർക്കാനിടയായത്, എൻ്റെ ഈ ഒരു ബിഗ് ബാഡ് വോഫ് എന്നുള്ള റെപ്യൂട്ടേഷൻ തന്നെ ഇല്ലാതാക്കാൻ, ബ്രേക്ക് ചെയ്യാൻ കാരണമായതെന്നാണ് പറയുന്നത്. ദ സ്റ്റോറി കൺക്ലൂഡ്സ് വിത്ത് ദ wolf reflecting on the experience and realizing that he has learned an important lesson about the importance of communication and understanding. അപ്പോൾ ഈ ഒരു സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നത് വോൾഫ് റിഫ്ലക്റ്റ് ചെയ്യാണ് തൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ റിയലൈസ് ചെയ്യാണ്, അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ലേൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന്. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, ആശയവിനിമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു.